ഹായ് ഹലോ നമസ്കാരം. അപ്പോൾ ഇന്ന് എന്താ പരിപാടി എന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഓർത്തത് തൃപ്പൂണിത്തുറയിൽ ഇന്ന് ശ്രീരാമേട്ടൻ്റെ കച്ചേരിയുണ്ട്. അപ്പോൾ പിന്നെ വെച്ച് താമസിപ്പിക്കണ്ടല്ലോ, റെഡിയായി നേരെ തൃപ്പൂണിത്തുറയിലേക്ക്. ശ്രീ പൂർണ്ണത്രയീശ സംഗീത സഭയുടെ 50ാമത്തെ വാർഷികത്തോടനുബന്ധിച്ച് എല്ലാ മാസവും വ്യത്യസ്തങ്ങളായ പരിപാടികൾ നടത്തുന്നുണ്ട്. ഈ മാസം പാലക്കാട് ശ്രീരാം എന്ന അതുല്യ കലാകാരൻ്റെ സംഗീത കച്ചേരിയാണ്. പ്രോഗ്രാം നടക്കുന്നത് നമ്മുടെ തൃപ്പൂണിത്തുറ കളിക്കോട്ട് പാലസിൽ വെച്ചിട്ടാട്ടോ. ഈ വഴി നേരെ കാണുന്നത് പൂർണ്ണത്രയീശൻ്റെ അമ്പലമാട്ടോ. ഞങ്ങളവിടെ എത്തിയപ്പോൾ ആളുകളൊക്കെ വന്നു തുടങ്ങുന്നേ ഉള്ളൂ. ശ്രീരാമേട്ടനൊന്നും എത്തിയിട്ടുമില്ല. ശ്രീരാമേട്ടനും കുടുംബത്തെ ഞങ്ങൾക്ക് നേരത്തെ അറിയാം, പക്ഷെ ഞാൻ വരുന്നുണ്ടെന്നുള്ള വിവരമൊന്നും ഞാൻ വിളിച്ചു പറഞ്ഞില്ല. എന്നാൽ പിന്നെ ഇന്നത്തെ സർപ്രൈസ് ശ്രീരാമേട്ടനായിക്കോട്ടെ. അങ്ങനെ കാത്തു നിന്ന് കുറച്ചു നേരം കഴിഞ്ഞിട്ട് ശ്രീരാമേട്ടൻ എത്തി. കുറച്ചു നേരം വർത്താനമൊക്കെ പറഞ്ഞു കഴിഞ്ഞ് അവർ പ്രോഗ്രാമിൻ്റെ കാര്യങ്ങൾ സെറ്റ് ചെയ്യാനുള്ള തിരക്കിലായി. ഇന്നത്തെ പരിപാടിക്ക് മൃദംഗം വായിക്കുന്നത് ശ്രീ ബാലകൃഷ്ണ കമ്മത്താണ്. ഘടം ശ്രീ തൃപ്പൂണിത്തുറ കണ്ണൻ, വയലിൻ ശ്രീ ആറ്റുകാൽ ബാലസുബ്രഹ്മണ്യം. പക്കമേളം സൂപ്പർ. തൃപ്പൂണിത്തുറയിലെ സംഗീത സഭയുടെ പ്രോഗ്രാമിന് വരുമ്പോൾ ഒരു പ്രത്യേക വൈബ് തന്നെയാണ്. പതിവ് മുഖങ്ങൾ കുറേ പേരെയൊക്കെ കണ്ടു, കുറേ പേരോടൊക്കെ വർത്താനം പറഞ്ഞു. വർഷങ്ങൾക്ക് ശേഷം ഒരു ഫ്രണ്ടിനെ കാണുകയും ചെയ്തു. വളരെ പെട്ടെന്ന് തന്നെ അതിൻ്റെ സെറ്റിങ്ങും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് പ്രോഗ്രാം തുടങ്ങി. കച്ചേരിയുടെ ചെറിയ പോർഷനൊക്കെ ഞാൻ കാണിക്കാം. വീഡിയോ പിടിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. വീഡിയോയും കൊണ്ടിരുന്നു കഴിഞ്ഞാൽ ആസ്വാദനം നടക്കില്ല. എന്നാലും കുറച്ച് ഭാഗം ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം കേട്ടോ. ഒരു സംഗീത കച്ചേരിയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു ഭാഗം ഏതാണെന്നറിയോ? തനിയാവർത്തനമാണ്. പ്രത്യേകിച്ച് മൃദംഗവും ഘടവും. അവരുടെ തനി പെർഫോമൻസ് കഴിഞ്ഞിട്ട് അവസാനം ഒരു കോമ്പിനേഷൻ വരും. എന്തൊരു സുഖമാണ് അത് കേൾക്കാമെന്നറിയോ? രണ്ട് വാദ്യങ്ങളും തമ്മിലുള്ള ഒരു കൊടുക്കൽ വാങ്ങൽ. കുറച്ച് ഭാഗമേ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളൂ കേട്ടോ. ഇനി എപ്പോഴെങ്കിലും കച്ചേരി കേൾക്കാൻ പോകുമ്പോൾ ഈ ഭാഗം ഒന്ന് ശ്രദ്ധിക്കണേ. ഞാൻ പറഞ്ഞത് ശരിയാണെന്ന് അപ്പോൾ നിങ്ങളും സംഭവിക്കും. കച്ചേരിയൊക്കെ കഴിഞ്ഞ് പരിചയക്കാരോട് സംസാരിക്കുകയൊക്കെ കഴിഞ്ഞിട്ട് ശ്രീരാമേട്ടനോട് യാത്ര പറഞ്ഞു അടുത്ത യൂബർ വിളിച്ചു വീട്ടിലേക്ക്. ഇതിനിടയ്ക്ക് സെൽഫി എടുക്കാൻ മറന്നില്ല കേട്ടോ. അപ്പോൾ ഇനി അടുത്ത വിശേഷം അടുത്ത വീഡിയോയിൽ.